പ്രിയമുള്ളവരെ, ശ്രീഹാകാലം 4-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയുടെ വചനങ്ങളുടെ മാധുര്യം അനുഭവിക്കുവാനും കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കുവാനും നമ്മെ ക്ഷണിക്കുന്ന തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുന്നത്. യോഹന്നൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കറിയാം, യോഹന്നൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷം ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്നു. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. 60-ാം വാക്യം, അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഏത് വചനമാണ് കഠിനമാണ് എന്ന് പറയാൻ കാരണം? ഏതാണ് വചനം കഠിനം? യോഹന്നൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വാസ്തവത്തിൽ ഈ വചനം ആണ് കഠിനമാണെന്ന് അവർ പറഞ്ഞത്. ബൈബിൾ പണ്ഡിതനായ റെയ്മണ്ട് ബ്രൗൺ പറയുന്നത്, ഈ 51-ാം വാക്യത്തിന് ശേഷം വരേണ്ട ഭാഗമാണ് ഈ 60-ാം വാക്യം. പിന്നീട് ഇടയ്ക്കുള്ള ഭാഗം യോഹന്നൻ്റെ സുവിശേഷം അത് കൂട്ടിച്ചേർത്തപ്പോൾ ഇടയ്ക്ക് കയറി വന്നതാണെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വചനം കഠിനമെന്ന് പറയാൻ കാരണം എന്താണ്? ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക, പ്രത്യേകിച്ച് രക്തം പാനം ചെയ്യുക, രക്തം കുടിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ് യഹൂദന്മാർക്ക്. ഒരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുക, എൻ്റെ മാംസം ഭക്ഷിക്കുക, രക്തം കുടിക്കുക. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദൈവദൂഷണമാണ്. അവർ കേൾക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് കഠിനമായ ഒരു കാര്യമാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് പിന്നെയും പറയുന്നതാണ്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ കർത്താവ് പറയുന്ന ഈ ദൈവികമായ ഒരു സത്യം അത് ഉൾക്കൊള്ളുവാൻ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. അതാണ് കാരണം. അതുകൊണ്ടാണ് ഈ വചനം കഠിനമാണ്. അപ്പം ദൈവവചനത്തിന് മുമ്പിൽ ഹൃദയം കഠിനമാക്കുകയാണ്. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഈ മന്ന വിലകെട്ട ഈ അപ്പം ഭക്ഷിച്ച് ഞങ്ങൾ മടുത്തു, ഞങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയാണ് കർത്താവ് നൽകുന്ന ജീവൻ്റെ അപ്പം. ആ വചനം കേട്ടിട്ട് തന്നെ അവർ മടുക്കുകയാണ്. കർത്താവ് നൽകുന്ന ആ ജീവൻ്റെ അപ്പം, പരിശുദ്ധ കുർബാന, അത് സ്വീകരിക്കുകയും അതിൽ പങ്കുചേരുകയും അതിൽ ജീവിക്കുകയും ചെയ്യുക, അതിൽ ആവർത്തന വിരസമായ അനുഷ്ഠാനമായി മാറുമ്പോൾ, അതിൻ്റെ ചൈതന്യം നമ്മൾ നഷ്ടപ്പെടുമ്പോൾ ഇത് കഠിനമാണ്, ഇത് വിരസമാണ്. പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, കുർബാനയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, കുർബാന സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുന്നതാണ്, വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. വെറുതെ ഒരു ബാഹ്യമായ ചിന്തയോടുകൂടി ഇത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ശിഷ്യന്മാർ പിറുപിറുക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ പറയുകയാണ്, മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? യോഹന്നൻ്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ നഥാനയേലിനോട് പറയുന്നുണ്ടല്ലോ, നീ ഇതിലും വലിയ കാര്യങ്ങൾ കാണും. അതുപോലെ തന്നെ 3:21, 3:12 മുതൽ 14 വരെയും കർത്താവ് ആരോഹണം ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും. കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഒന്നാമത് ശിഷ്യന്മാർ പിറുപിറുത്തു. രണ്ടാമത്, എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങൾ ചിലരുണ്ട്. ഒന്ന് പിറുപിറുപ്പ്, രണ്ട് അവിശ്വാസം. അപ്പോൾ പിറുപിറുപ്പും അവിശ്വാസവും, മർമറിങ്, അൺഫെയ്ത്ത്ഫുൾനെസ്, അതുകൊണ്ട് കർത്താവിൻ്റെ സമീപത്ത് വന്നാൽ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. വിശ്വസിക്കാത്തവരായ നിങ്ങൾ ചിലരുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടമാണ്, ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നവരാരെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ പിറുപിറുപ്പ്, അവിശ്വാസം, ഇത് രണ്ടും കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് കർത്താവിനെ തള്ളിക്കളയുക, മാത്രമല്ല കർത്താവിനെ ഒറ്റിക്കൊടുക്കുക, കർത്താവിനെ ഉപേക്ഷിക്കുക, കർത്താവിനെ കുരിശിലേറ്റാൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് കർത്താവ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ വലിയൊരു വരദാനം, വെളിച്ചം കിട്ടിയാൽ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 6:65, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. പിതാവിൽ നിന്ന് വരം ലഭിക്കണം. ദൈവത്തിൻ്റെ വലിയ ഒരു വെളിപാട്, കൃപ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ദൈവരഹസ്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിനുശേഷം വളരെയേറെ പേർ അവനെ വിട്ടുപോയെന്നാണ്. വളരെയേറെ പേർ ഈശോ ഉപേക്ഷിച്ചു. പക്ഷേ ഈശോ അവരോടൊരിക്കലും തിരിച്ചു വരാൻ ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നില്ല. വളരെ കൃത്യമായിട്ട് കർത്താവ് പറയാം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം. കർത്താവ് കൗദാശികമായി
തൻ്റെ ശരീരവും രക്തവും തിരുസഭയ്ക്ക് നൽകുകയാണ്. കർത്താവിനെ സ്വീകരിക്കണം, കർത്താവിൻ്റെ വചനം സ്വീകരിക്കണം. അതിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ വചനം, ജീവൻ്റെ വചനം സ്വീകരിക്കണം, ജീവൻ്റെ അപ്പം സ്വീകരിക്കണം. അതാണ് ആ വചനം സ്വീകരിച്ച് ഹൃദയം ജ്വലിച്ച് ആ അപ്പം സ്വീകരിച്ച് ഹൃദയത്തിൽ ആത്മീയ വളർച്ചയുണ്ടാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈശോയുമായുള്ള ഗാഠമായ ഒരു ആത്മീയ ഐക്യം ഉണ്ടാകണം. ബാഹ്യമായ ഉപരിപ്ലവമായ ഒരു അനുധാവനമല്ല. ഈശോയോട് ചേർന്ന് നിന്ന് കർത്താവിനെ അനുഗമിക്കണം. ഈശോ 12 പേരോടും ചോദിച്ചു, നിങ്ങളും പോകുന്നോ? അപ്പോഴാണ് ശമയോൻ കേഫ പറയുന്നത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ വാക്കുകളിലൊന്നാണ്. 73-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ കർത്താവേ നീയല്ലാതെ ഞങ്ങൾക്കാരുണ്ട്, ഭൂമിയിലും അങ്ങേയല്ലാതെ മറ്റാരെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കർത്താവല്ലാതെ വേറെ ആരുണ്ട്? കർത്താവിൻ്റെ അടുക്കിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. എന്നിട്ട് പറയുകയാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ കർത്താവിനെ ഉപേക്ഷിക്കുന്നവരെ പിറുപിറുപ്പും അവിശ്വാസവും ഒറ്റിക്കൊടുക്കലിൻ്റെയും ഇടയിൽ യഥാർത്ഥ വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കണം, സ്നേഹത്തോടെ കർത്താവിനെ സമീപിക്കണം. അങ്ങനെ ഈ സ്ലീഹാകാലത്തിൻ്റെ വലിയൊരു ചൈതന്യം സഭയുടെ വളർച്ചയാണ്. ആത്മീയമായി കർത്താവിൽ ജീവിക്കണം, കർത്താവിൻ്റെ വചനം ജീവിക്കണം. അതിൽ വളരുമ്പോഴാണ് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആ വളർച്ച ലഭിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിന്ന വചനം. ഈ വചനം കഠിനമാണെന്ന് പറയാതെ ഈ വചനം രക്ഷാകരമാണ്, രക്ഷ നൽകുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ അവിടെ 10-ാം അധ്യായത്തിൽ വചനം നിനക്ക് സമീപസ്ഥമാണ്, 8-ാം വാക്യം, നിൻ്റെ അധരത്തിലും ഹൃദയത്തിലും അതുണ്ട്. അപ്പോൾ വചനം സമീപസ്ഥമാണ്. 9-ാം വാക്യം, ആകയാൽ ഈശോ കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈശോ കർത്താവാണ്, രക്ഷകനാണെന്ന് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. ഈശോ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുവെന്ന്. അതുകൊണ്ട് മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെ അധരം കൊണ്ട് ഏറ്റുപറയുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യണം. തന്നെ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജ പ്രാപിക്കേണ്ടി വരികയില്ല എന്നാണ്. അതുകൊണ്ട് ഉത്തമമായ വിശ്വാസത്തിൽ നിന്നാണ് കർത്താവ് വിശ്വാസലാഭത്തെക്കുറിച്ച് അവരെ ശകാരിച്ചല്ലോ. ഉത്തമമായ വിശ്വാസത്തിൽ നിന്നാണ് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നത്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. 13-ാം വാക്യം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൽ വിശ്വസിക്കണം. 14-ാം വാക്യത്തിൽ കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ സംഭവിക്കണം? കർത്താവിനെ കേൾക്കണം, പ്രസംഗം കേൾക്കണം. പ്രസംഗിക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? എന്നിട്ട് യെശയ്യാ 52:7 യേശു അവിടെ ഉദ്ധരിക്കുകയാണ് റോമാലേഖനത്തിൽ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം, ഉത്തമമായ വിശ്വാസം അതിൽ വളരണമെങ്കിൽ നിരന്തരം നടക്കേണ്ട ഒരു ആത്മീയ സാധനയുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്. വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? കേൾവിയിൽ നിന്നാണ്. അയക്കപ്പെട്ടവൻ, സ്ലീഹന്മാരാണ്, ശ്ലൈഹിക ദൗത്യം, അയക്കപ്പെട്ടവർ പ്രസംഗിക്കുന്നവർ ആ പ്രസംഗം ശ്രവിക്കണം. അതാണ് കേൾവി, വെറുതെ കേൾക്കുകയില്ല. ആ കേൾവിയിൽ നിന്നാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസം നിറഞ്ഞു നിന്നുകൊണ്ടാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വലിയൊരു വളർച്ച, ആത്മീയമായ വളർച്ച ഉണ്ടാകണമെന്നാണ് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ എസെക്കിയേൽ 3-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ, അത് ആ ചുരുള് എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു, ആ ചുരുള് നീ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആ ചുരുൾ ഭക്ഷിച്ചു. നീ ഇത് ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനിത് ഭക്ഷിച്ചു 3, 4 എൻ്റെ വായിൽ ഇത് തേൻ പോലെ മധുരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് തേനിനെയും തേൻകട്ടയേക്കാളും മധുരതരമാണെന്ന് സങ്കീർത്തനം 119 പറയുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ഈ മധുരേറിയ വചനം അത് പ്രസംഗിക്കുവാൻ നിന്നെ ഞാൻ അയക്കും. പക്ഷേ ആ ജനങ്ങൾ കേൾക്കുന്നവരെങ്ങനെയാണ്? നിൻ്റെ വാക്ക് അവരെ കേൾക്കുകയില്ല. അവർ കടുത്ത നെറ്റിയുള്ളവരെന്നാണ് 3-4 പ്രാവശ്യം ആവർത്തി. കടുപ്പമുള്ള നെറ്റി, അത് അവരുടെ കഠിന ഹൃദയത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കഠിന ഹൃദയത്തോടു കൂടി അവർ നിൽക്കും. ധിക്കാരികളുടെ ഭവനമാണ് അവർ നീ പറയുന്ന വാക്കുകൾക്ക് ചെവി തുറന്നു തരികയും ഹൃദയത്തെ സൂക്ഷിക്കുകയും അവരെ നീ ഭയപ്പെടേണ്ട. ധിക്കാരി